ഞങ്ങളെ ഉച്ചക്കുള്ള ഭക്ഷണമാണിത്. ഞങ്ങൾ ചിക്കൻ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം, കുട്ടികളെ ഇരുത്തി മണലാവണല്ലേ, കറി കൊടുന്ന് ഒഴിച്ച് എന്തായാലും ഒക്കെ തീർന്നു. ഫുൾ ഈ സമയത്ത് കാണാൻ നല്ല രസമുണ്ട്, അലങ്കൃതമാണ് ഫുള്ള് ലൈറ്റ് കൊണ്ട്. ഇപ്പം ഞങ്ങളുള്ളത് അജ്മീറിലെ ഖാജ മൊയിനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറയിലാണ്. ഇപ്പോൾ ഈ കാണുന്ന ഈ പാത്രത്തിൽ വലിയ ചെമ്പാണ്, അതിൽ ആഴ്ചയിൽ ഒരു ദിവസം ഭക്ഷണം ഉണ്ടാക്കും. അടിയിൽ വിറകൊക്കെ കിടന്ന സ്ഥലം ഭയങ്കര അടിയിലൂടെയാണ്, വലിയൊരു ചെമ്പാണത്. ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ഭക്ഷണം വിതരണം ചെയ്യും. അതുപോലെ ഇവിടെ ഇതിലേക്ക് നേർച്ച ചെയ്ത പൈസകളൊക്കെ ഓരോരുത്തർ കൊടുന്നിട്ടതാണ് ഇപ്പോൾ കാണുന്നത്. ഈ കാണുന്ന ചെമ്പ് എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് വലുപ്പം കുറവാണ്. ഭക്ഷണം ഉണ്ടാക്കുന്ന ഡെയിലി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ചെമ്പാണിത്. ഇതിലുള്ള വിറക് ഇതിവിടെ താഴെ ഒരു ഗുഹ പോലെ ഉണ്ട്, അതിൽ വെച്ച് കൊടുക്കുന്നത്. ഈ കാണുന്ന വിറകാണ് ഇതിൽ ഉപയോഗിക്കാനുള്ള വിറകുകളാണത്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് തിരിക്കുകയാണ്. ഉച്ചയായി, 12:30 കഴിഞ്ഞു. ഞങ്ങൾ ഇനി ഭക്ഷണം ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് വേണം. അപ്പോൾ നേരെ ഞങ്ങളിപ്പോൾ ഒരു ചിക്കൻ കടയിലേക്കാണ് പോണത്. അവിടുന്ന് ചിക്കൻ വാങ്ങി, 2 കോഴി വാങ്ങി, 3.5 കിലോ ഇറച്ചിയുണ്ട്. ഇന്ന് നെയ്ച്ചോറ് വെക്കണം, ചിക്കൻ പൊരിക്കണം, കറി ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങൾക്കൊരു സ്ഥലം വേണം. അപ്പോൾ ഒരാളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞത് അവരെ ഒരു ട്രിപ്പ്, ഒരു ഡെസേർട്ട് നമ്മൾ വണ്ടിയായിട്ട് ഇത് അജ്മീറിലെ വില്ലേജിലൂടെ പോണത് 2500 രൂപ കൊടുത്താൽ നമുക്ക് ഏകദേശം 2 മണിക്കൂർ അവർ നമ്മൾ കറക്കി തരും. അപ്പോൾ അവനവിടെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യം ചെയ്തു തരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അവിടെ എത്തി അവിടുന്ന് ഭക്ഷണം ഞങ്ങൾക്ക് ഉണ്ടാക്കണം. എല്ലാവരും വ്യസ്ത തുടങ്ങി, 1 മണിയായി. എന്നാലും 2:30 ആകുമ്പോഴത്തേന് ഭക്ഷണമാവും ഏകദേശം. അതിനുള്ള സ്ഥലത്ത് ഇപ്പോൾ ഞങ്ങളത് ഓൾറെഡി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഭക്ഷണം ഉണ്ടാക്കുന്ന വിശേഷമായിട്ട് ഞങ്ങളെ ഉച്ചക്കുള്ള ഭക്ഷണമാണിത്. ഞങ്ങൾ ചിക്കൻ 3.5 കിലോ ഇറച്ചിയുണ്ട്. ഇത് പൊരിക്കാനുള്ളത്, നെയ്ച്ചോറ്. ഇതാണ് ഞങ്ങൾ അടുത്ത്. ഇതൊരു ഡെസേർട്ട് ഏരിയയിലാണ്, രാജസ്ഥാനിൽ അജ്മീറിൽ. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം. അപ്പോൾ ഞങ്ങളെ കറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. ആദ്യം ചിക്കൻ വന്നത് കൊണ്ട് ചിക്കൻ എല്ലാവരും കഴിച്ചു. പിന്നെയാണ് പൊരിച്ച ചിക്കൻ എല്ലാവരും വേണമെന്ന് പറഞ്ഞാൽ അവരോട് പാത്രം കാലിയായി. രണ്ടാമത് നെയ്ച്ചോറ് വെച്ച് അതും കുറേ എല്ലാവരും കഴിച്ചു. കാരണം വിശന്ന് കുറച്ച് സമയം വൈകിപ്പോയി. അത് ആ പൊരിച്ച കോഴിൻ്റെ ഒപ്പം കുറേശ്ശെ എല്ലാവരും അതും ഇങ്ങനെ കഴിച്ച് കറി പിന്നീടാണ് ആയത്. അപ്പോൾ ഇതിന് ഏകദേശം എല്ലാവരും വിശപ്പം മാറി. പിന്നെ കുറേ ദൂരത്ത് അപ്പുറത്ത് ആ സൈഡിലുള്ളൊരു മതിലുമ്മൽ കൊടുന്നിട്ടാണ് ഞങ്ങൾ നെയ്ച്ചോറ് വിളമ്പിയിട്ട് കുട്ടികളെ ഇരുത്തി മണലാവണല്ലേ, കറി കൊടുന്ന് ഒഴിച്ച് എന്തായാലും ഒക്കെ തീർന്നു, ഫുൾ ഫിനിഷായി. അപ്പോൾ ഞങ്ങളെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. ഇനി ഞങ്ങളിതാ ഇവരെ വണ്ടിയുണ്ട്, അതിൽ നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി ഇപ്പോൾ 4 മണി കഴിഞ്ഞു. ആ കാണുന്ന ഒട്ടകം വളരെ ഒരു സ്ട്രോങ് ആയ ഒരു ഒട്ടകമാണ്. നമ്മളെ അടുത്തേക്ക് തന്നെ നമ്മളെ തലമ കടിക്കാൻ വരും. അപ്പോൾ ഞാനാണ്ട് പോയപ്പോൾ അവനോട് പറഞ്ഞു അതിൻ്റെ അടുത്തേക്ക് പോകണ്ട, അത് കുറച്ച് തലയിരിഞ്ഞ സാധനമാണെന്ന്. അപ്പോൾ അതിൻ്റെ അടുത്ത് പോന്നു. ഞാൻ വിചാരിച്ച് ഞങ്ങൾക്ക് കയറാനൊക്കെ പറ്റുന്ന സാധനമാണെന്ന്. അപ്പോൾ അത് കുറച്ച് പോക്കിരിയാണ്. ഞങ്ങളവിടുന്ന് പോരുകയാണ്. ഇനി ഞങ്ങൾ നേരെ അവരെ വണ്ടിയിൽ പോകാനുള്ള പരിപാടിയാണ്. ഇതാണ് നമ്മളെ കൊടുന്ന ആൾ. അവൻ്റെ വണ്ടിയിൽ കയറി ഞങ്ങൾ വില്ലേജ് കാണാനുള്ള യാത്ര തുടങ്ങി. ഇതിൽ ഞങ്ങൾ കയറുമ്പോൾ അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പതുക്കെ വിടണമെന്ന്. കാരണം ചെറിയ കുട്ടികളൊക്കെ ഉള്ളതല്ലേ. ഇതാണെങ്കിൽ മറ്റേ ഷോക്ക് ആബ്സർ ഇല്ലാത്ത വണ്ടിയുമായിട്ടൊരു വണ്ടിയാണ്, 4 വീലല്ലേ. ഭയങ്കര
കുലുക്കും കയ്യും കാലും. എൻ്റെ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ഓനെയും പിടിക്കണം, ഒരു ഇതില്ല. പെട്ടെന്ന് എവിടെയെങ്കിലും കുത്താനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഓനെ കണ്ടാൽ തന്നെ അറിയാം ഡ്രൈവറെ. ഓൻ മരണ ചവിട്ടും, എന്നാലും സ്പീഡ് കുറച്ചിട്ടാണ് പോണത്. ഭയങ്കര കുണ്ടും കുഴിമാരിലെ കച്ചറമാരത്തെ ഒരു ഗ്രൗണ്ടിൽ കൂടെ നമ്മളിഞ്ഞ് പോകാൻ പോകണം. ഇപ്പോൾ ഈ റോട്ടുമെന്ന് നോക്കിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ നമ്മളെ നാട്ടിൻ പ്രദേശം പറമ്പ് കൂടെ പോകണ മാതിരിയുണ്ട്, കുറച്ച് മണലിൽ കൂടെ പോകാൻ. അതാണെങ്കിൽ നമ്മൾ ശരിക്ക് നട്ടെല്ലും ഒക്കെ ഇളകും. ഇതോരോ പ്രത്യേക ഏരിയകളാണ്. ഓരോ സിനിമ ഷൂട്ടിങ്ങൊക്കെ നടന്നതൊക്കെ അവർ നമ്മോട് പറയുന്നുണ്ട്, ഓരോ പഴയ സിനിമകൾ. ഈ ഇറക്കത്തിലൊക്കെ ഉണ്ടാവും. ഇതിങ്ങനെ ഒരു മല ഇങ്ങോട്ട് കയറി മണലിൽ പോകണ മാതിരിയാണ്. കയറിയിട്ട് ഒരൊറ്റ പൊന്തല 4 ടയറും പൊന്തിയിട്ട് അപ്പുറത്തേക്ക് നമ്മൾ ചെല്ലും. അപ്പോൾ തന്നെ ചെത്തി നമ്മൾ നാട്ടിലെ പൂരത്തിനൊക്കെ ഉണ്ടാണ് ഏന്തറുംചാൽമേൽ നമ്മൾ താഴത്തേക്ക് വരുമ്പോഴല്ല വയറിലൊരു കാളിച്ച സെയിം ഞങ്ങളപ്പുറം എല്ലാവരും കൂടി ഭയങ്കര ഒച്ചടുന്നുണ്ട്. അപ്പോൾ അത് ഇതിൽ പെടാതിരിക്കാൻ അപ്പോൾ ഈ വോയിസ്, അതുകൊണ്ടാണ് ഞാൻ പല മറ്റുള്ള വോയിസുകളൊക്കെ കട്ടാക്കിയത്. ഇത് ഓരോ മുമ്പ് ഷൂട്ടിങ് നടന്ന ഓരോ ഏരിയകൾ അവിടെ നമ്മൾ നിർത്തിയിട്ട് ഏത് ഇതാണ് അവിടെ നടന്നിട്ടുള്ളതൊക്കെ നമ്മൾ വിവരിക്കുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ യാത്ര കേട്ടോ. കാരണം നാളെ നേരം വിളിച്ചാകുമ്പോൾ നീക്കൂലെന്ന് ഉറപ്പാണ്. അങ്ങനത്തെ കൊണ്ടറ്റ് ഇടലാടുന്നത് കണ്ട. ഈ ഉയരത്തൊക്കെ കൊണ്ട് വന്നിട്ട് ഒറ്റ പോക്ക കുഴിക്ക്. ആ സമയത്ത് ഞങ്ങളുള്ള നിലമ്പുളിയൊക്കെ കൂടുണ്ട് സത്യത്തിൽ. ഭയങ്കര രസം തന്നെയാണ് സംഭവം. പക്ഷേ നമ്മൾ ടയേർഡാവും. ഈ തുറന്നിട്ട വണ്ടിയിൽ പോകുമ്പോൾ നല്ല സുഖമുണ്ട് സംഭവം. കാരണം മഴ പെയ്ത് കാരണം ചൂടില്ല, തണുപ്പാണ്. നല്ല ചൂടുള്ള സമയത്താണ് പോയത്. പക്ഷേ 2 ദിവസമായിട്ട് മഴയാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ഞങ്ങൾക്ക് യാത്ര വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നടന്നു. കുട്ടികളപ്പോൾ കുറച്ച് നേരം ഒന്ന് തേവാനായപ്പോൾ നിർത്തിയിട്ട് റെസ്റ്റ് എടുക്കുകയാണ്. കാരണം ഒന്ന് കൈ വിട്ടിട്ട് ഇരിക്കണമെങ്കിൽ ഇവർ നിർത്തണം. അപ്പോൾ ഓനൊരു 10 മിനിറ്റ് ഞങ്ങൾ നിർത്തിച്ചിട്ട് ഒന്ന് രംഗാണ് ഇപ്പോൾ കഴിഞ്ഞത്. പിന്നെ ഇപ്പോൾ സൂര്യാസ്തമയം ഞങ്ങൾ ഇവിടുന്ന് ഈ സമയത്താണ് സൂര്യാസ്തമയം നടന്നത്. 2 മണിക്കൂറാണ് ഇപ്പോൾ യാത്ര. ഒരു 10 മിനിറ്റൊക്കെ ആണെങ്കിലും ഓക്കെ. പിന്നെ ഏതായാലും പൈസ കൊടുത്തതല്ലേ, അപ്പോൾ പിന്നെ ഞങ്ങൾ മുതലാക്കാച്ചിട്ട് ഒന്നും നോക്കിയില്ല, നടക്കട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ ആയാലും ഒരു നമ്മൾ ഏകദേശം ഇരുട്ടാവണ വരെ ഇരുട്ടായി. അതപ്പോൾ സൂര്യൻ വെളിച്ചമൊക്കെ വളരെ കുറഞ്ഞല്ല, അസ്തമിച്ചു. ഒരുവിധം എല്ലാവരും താളം തെറ്റിക്കണം ഈ ഒരു സാഹചര്യത്തിൽ. ഞാൻ യാത്ര വണ്ടി അങ്ങനെ പോട്ടെ. ഞാൻ കുറച്ച് അജ്മീറിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ അജ്മീർ ഖാജാ മൊയിനുദ്ദീൻ ചിശ്തി റളിയല്ലാഹുവിൻ്റെ ചെറിയൊരു ചരിത്രം എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഇതിൽ പറയാം. യാത്ര ഏതായാലും വണ്ടിയിൽ തുടരാണ്. ഇറാനിലെ സഞ്ചർ എന്ന ഗ്രാമത്തിലാണ് ഈ മഹാൻ ജനിച്ചത്. ഹിജറ 537 റജബ് 14 ഖാജാ മൊയിനുദ്ദീൻ ചിശ്തി റളിയല്ലാഹുവിൻ്റെ ജനനം. ഉപ്പ റിയാസുദ്ദീൻ, ഉമ്മാൻ്റെ പേര് മാഹിനൂർ ബീബി എന്നാണ് ഉമ്മാൻ്റെ പേര്. അപ്പോൾ ഇവർ അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വെറും 15 വയസ്സ് ഖാജ മൊയിനുദ്ദീൻ ചിശ്തി റളിയല്ലാഹുവിന് 15 വയസ്സുള്ള സമയത്ത് പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു. അതിനോടടുപ്പിച്ച് തന്നെ മാതാവും ഈ ലോകത്തോട് വിട പറഞ്ഞു. പിന്നെ 15 വയസ്സിന് ശേഷം പിതാവിൽ നിന്ന് ലഭിച്ച മുന്തിരിത്തോട്ടം, അതിൽ നിന്നുള്ള ജീവിതം ആണ് പിന്നീട് മുന്നോട്ട് പോയിരുന്നത്. ഈ സമയത്താണ് ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് പെട്ടെന്ന് ഹസ്രത്ത് ഇബ്രാഹിം ഖന്ദൂസി റളിയല്ലാഹു അൻഹുവിൻ്റെ വരവ്. അപ്പോൾ അവരെ ആവേശപൂർവ്വം മൊയിനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു സ്വീകരിച്ചു. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴം കൊടുത്തു, അത് അവർ കഴിച്ചു. അതിന് ശേഷം ഹസ്രത്ത് ഇബ്രാഹിം ഖന്ദൂസി റളിയല്ലാഹുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന സഞ്ചിയിൽ നിന്നൊരു റൊട്ടി അവരെ വായിൽ നിന്ന് ഒന്ന് ചമച്ചതിന് ശേഷം അത് ഖാജാ മൊയിനുദ്ദീൻ ചിശ്തി റളിയല്ലാഹുവിൻ്റെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. അതിന് ശേഷം ഒരു ആത്മീയ ക്ലാസ് എടുത്തു. അതോടുകൂടി ഈ മഹാൻ
ഒരു ആത്മീയ ലോകത്തിലേക്ക് തിരിയണം അവിടുന്നാണ്ട്. പിന്നെ അവിടുന്ന് ഒരു സ്വപ്നത്തിലൂടെ മദീനയിലെത്താൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹിൻ്റെ സ്വപ്നം കാണാൻ മദീനയിലെത്തുകയും അവിടുന്ന് റസൂലുള്ളാഹിനെ റൗള ഷെരീഫിൽ നിന്ന് സ്വപ്നം കണ്ടിട്ട് ഈ ഇന്ത്യ എന്ന രാജ്യത്തിലേക്ക് അവിടുന്ന് അയക്കുകയാണ് മതപ്രബോധനം നടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇന്ത്യയിലേക്ക് പോരുകയാണ്. ഇതിൻ്റെ ബാക്കി ഞാൻ പറയാം. ഇവിടെ ഇപ്പം ഞങ്ങളെ യാത്ര കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ഡെസേർട്ടിന് കൊണ്ടുപോയത് അവസാനിക്കുകയാണ്. ഞങ്ങളെ വണ്ടി നിർത്തിയിരുന്ന കോമ്പൗണ്ടിലേക്ക് ഞങ്ങൾ വണ്ടി എത്തി. പാവം നമ്മളെ ക്രിസ്റ്റ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് 2 മണിക്കൂർ 3 മണിക്കൂറായിട്ട് ഇവിടെ. ഇനി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. എന്താണ് ഞങ്ങൾ ഡ്രൈവർ കേട്ടോ, ആൾ ഉഷാറ, കണ്ടില്ലേ എന്താ ആൾ. അപ്പോൾ ഇനി നമ്മൾ റൂമിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ ഓടാണ്ട് റൂമിലേക്ക്. ഈ മഹാൻ്റെ മക്ബറൻ്റെ അടുത്താണ്, ഏകദേശം ഒരു 3/4 കിലോമീറ്റർ ദൂരത്തിലാണ് എനിക്ക് റൂമുള്ളത്. മഴയാണ്, കണ്ട റോട്ടിലൊക്കെ ഫുള്ള് മഴ പെയ്തിട്ടുള്ളൊരവസ്ഥയാണ് കേട്ടോ. മഴ നല്ല ഉണ്ടായിട്ടുണ്ട്. ഇപ്പം താഴെ കാണുന്ന ലൈറ്റിൽ ശരിക്കും കാണുന്നില്ല. അത് നമ്മളെ അനാസർ തടാകം. ആ തടാകത്തിൻ്റെ പറ്റിയിട്ട് ഒരുപാട് ചരിത്രമുണ്ട്, നമുക്ക് പറയാം. അത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട് ഇപ്പോൾ ഈ തടാകം. പക്ഷേ ഈ ക്യാമറയിൽ കാണുന്ന സമയത്ത് അത് ഒന്നും കാണാത്ത മാതിരി ഇരുട്ടായിട്ടാണ് കാണുന്നത്. വലിയൊരു തടാകം, 3 ഭാഗവും മലകൾ നിറഞ്ഞ ഒരു അത്ഭുത തടാകമാണത്. ആ തടാകത്തിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്നാലും ഞാൻ അതിനെ പറ്റിയിട്ട് എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു തരാം. ഞങ്ങളിപ്പോൾ ഭക്ഷണം കയ്യിലുണ്ട്. നേരത്തെ ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ടല്ലോ, അതിനൊന്നും കുഴപ്പം പറ്റിയിട്ടില്ല. ഇനി എന്തെങ്കിലും ബ്രെഡ് പൊറോട്ട എന്തെങ്കിലും വാങ്ങിയിട്ട് റൂമിൽ പോയാൽ റൂമിൽ നിന്ന് കഴിക്കാൻ കുട്ടിയാക്കും. എല്ലാവർക്കും ഒന്നും ഇപ്പോൾ രാത്രി ഞങ്ങൾ പൊതുവേ അങ്ങനെ വല്ലാതെ ഫുഡ് കഴിക്കലില്ല. ഒന്നാമൊന്ന് വൈകിലെ ഫുഡ് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞപ്പോൾ 4 മണി ആവാറായിരുന്നു ഫുഡ് കഴിച്ച് കഴിഞ്ഞതപ്പോഴാണ്. അങ്ങനെ ഇനി ഫുഡിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് കുട്ടികൾക്ക് എപ്പോഴും വേണം ഐസ്ക്രീം, ലേസ്, പിന്നെ ഓറഞ്ച്, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഞങ്ങൾ വാങ്ങുന്നുണ്ട് ഈ കൂട്ടത്തിൽ. അവരെ സന്തോഷം അങ്ങനെയുള്ള എമ്മില പോവാം. നമുക്ക് വൈകുന്ന എന്തെല്ലാം ഉണ്ട് അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോണത്. അപ്പോൾ ഇനിയിപ്പോൾ രാത്രി ഞങ്ങളവിടെ എത്തി ഇവരെ റൂമിലാക്കണം, ഭക്ഷണം കഴിക്കാനുള്ളവർ കഴിക്കണം, തർത്തീബാക്കണം. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ഭയങ്കര റിസ്ക്കാണ്. ഞങ്ങളൊരു ഗല്ലിൻ്റെ ഉള്ളിലാണ് റൂം എടുത്തുള്ളത്. അതിൻ്റെ ഉള്ളിലേക്ക് വണ്ടിയാണ്ട് കൊണ്ടുപോകുക പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, വലിയ കാര്യമാണ്. കാരണം അത് വണ്ടിയെ കൊള്ളൂല. പിന്നെ അവിടുന്ന് അവരെ ഡ്രൈവർ ആണ് ഈ ഒരു ഷട്ടറൊക്കെ പൊന്തിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റം നമ്മളെ വണ്ടി. അവരെന്നെ എടുത്തു തരും വേണം, അത്രയ്ക്ക് അവിടെ സ്പേസ് ഉള്ളൂ. അതാണ് അതിൻ്റെ അവിടുത്തെ അവസ്ഥ. അപ്പോൾ അത് അവിടെ ആക്കി കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് പിന്നെ മൊയിനുദ്ദീൻ ചിസ്തി റളിയല്ലാഹുവിൻ്റെ അവിടെ പള്ളിയിലൊന്ന് പോകണം. അവിടെ പോയി നിസ്കരിക്കും വേണം ഞങ്ങൾക്ക്. ഈ സമയത്ത് കാണാൻ നല്ല രസമുണ്ട്, അലങ്കൃതമാണ്, ഫുള്ള് ലൈറ്റ് കൊണ്ട്. ഇതിപ്പോൾ അവിടെ പ്രത്യേകമായിട്ടൊരു ദർബാർ, ഇങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ഏരിയ ആണല്ലോ അവിടെ, അജ്മീർ. അപ്പോൾ അതിൻ്റെ പാട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇതിൽ വീഡിയോ ഒറിജിനൽ ഇടുമ്പോൾ ആ ശബ്ദം കറക്റ്റായിട്ടും ഒന്നും ഭയങ്കര ശബ്ദമാണ്, അപശബ്ദം. അതുകൊണ്ടാണ് ഡയറക്റ്റ് ശബ്ദം വിടാത്തത്. അപ്പോൾ ഇപ്പോൾ രാത്രി 9 മണി കഴിഞ്ഞു. ഈ പരിപാടി ഇപ്പോൾ കഴിഞ്ഞു, ആളുകളത് കൂടുന്നു. ഞങ്ങളിനി ഇവിടുന്ന് തിരിക്കുകയാണ്. റൂമിലേക്ക് പോയി നാളെ രാവിലെ 5 മണി
സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒരു 5-5:15 ആകുമ്പോഴത്തിന് 5:30 എന്തായാലും വണ്ടി എടുത്ത് ഇറങ്ങണം. കാരണം ഡൽഹിക്ക് നമുക്ക് എത്തേണ്ടതുണ്ട് ഇന്ന്. ഇന്ത്യ ഗേറ്റ് ഞങ്ങൾ സൂര്യാസ്തമയത്തിൻ്റെ മുന്നേ ഒരു 4 മണിക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു 5:30 വിടൽ തുടങ്ങാൻ വേണ്ടി, എന്നാലേ പാണ്ടെത്തുള്ളൂ. മാത്രമല്ല അതിനിടയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാണ്ട് മറ്റുള്ള കാര്യങ്ങൾ.